ഹലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കൺസെപ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ അധിക പേരും ഓൺലൈനിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അധികം ആളുകളുടെ മൈൻഡിലേക്ക് തന്നെ എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കണം സെല്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏത് മാർക്കറ്റിൽ കിട്ടും, എന്തൊക്കെ ലൈസൻസുകൾ എടുക്കണം, GST വേണോ വേണ്ടേ, രജിസ്ട്രേഷൻസ് എന്തൊക്കെ വേണം, ഇതാണ് അധികം ആളുകളുടെ മൈൻഡിൽ വന്നത്. എന്നാൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതൊരു സൈഡിൽ വെക്കേണ്ട കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതല്ല. നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ സൊസൈറ്റിയെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് മാർക്കറ്റ്, ഇത് ഏത് മാർക്കറ്റിൽ പോയാൽ കിട്ടും, എന്ത് പ്രൊഡക്റ്റ് വെക്കണം, ലാഭമുള്ള പ്രൊഡക്റ്റ് ഏതാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് വിഭാഗം കസ്റ്റമറെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഏത് വിഭാഗം കസ്റ്റമറെ സെർവ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പലരും ചെന്ന് ചാടുന്ന ഒരു ട്രാപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു ചതിക്കുഴി ഉണ്ട്. അതായത് ആരാണ് കസ്റ്റമർ എന്ന് ചോദിക്കാൻ നേരത്ത് പലപ്പോഴും എല്ലാവരെയും ഉദ്ദേശിച്ചിട്ട് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് എല്ലാവരും നമ്മുടെ കസ്റ്റമേഴ്സാണ്. അത് തുടക്കത്തിൽ നമുക്ക് ലോജിക്കലായിട്ട് തോന്നിയേക്കാം. കാരണം എല്ലാവരെയും കസ്റ്റമറായിട്ട് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ, എല്ലാവരുടെയും ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമുള്ളൂ. ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യാൻ നേരത്തെ അത് അങ്ങനെ ശരിയായിട്ട് തോന്നാം. പക്ഷേ അതൊരിക്കലും ഒരു സ്മോൾ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. എന്നാൽ അതേസമയം ഒരു ചെറിയ വിഭാഗം കസ്റ്റമേഴ്സിനെ, ഒരു ചെറിയ കൂട്ടം കസ്റ്റമേഴ്സിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവരെ സെർവ് ചെയ്യണമെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. ആ ഒരു വിഭാഗം കസ്റ്റമർ ആരാന്നുള്ളത് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക. ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇറക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു സ്മോൾ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാനത് ഈ വീഡിയോയിൽ തന്നെ പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അത് പറയാനുള്ള കാരണം. കാരണം നമ്മുടെ ലക്ഷ്യം, നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ച വിഭാഗം ആ കസ്റ്റമർ കാണുമ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്ന് പറയണം. എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതെന്ന് ആ കസ്റ്റമറുടെ മൈൻഡിൽ തോന്നണം. എന്നാൽ മാത്രമാണ് കസ്റ്റമർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുള്ളൂ. എന്നാൽ അതൊരു ആവറേജ് പ്രൊഡക്റ്റാണ്, എനിക്കും പറ്റും, മറ്റുള്ളവർക്കും പറ്റും, എല്ലാവർക്കും പറ്റും, ആർക്കും ഉപയോഗിക്കുക, അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇറക്കണമെങ്കിൽ ഒരു വിഭാഗം കസ്റ്റമർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇത് എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയേക്കുന്നത് എന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടൂല. അങ്ങനെ കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യാതിരിക്കും. പിന്നെ ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ നേരത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കോംപ്രമൈസുകൾ വരുത്തേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലൈഫിലും അങ്ങനെ തന്നെയുള്ള കുറേ ആളുകൾക്ക് പഞ്ചസാര ഇഷ്ടമല്ല, കുറേ ആളുകൾക്ക് മീഡിയം റേഞ്ച് വേണം, കുറേ ആളുകൾക്ക് നല്ല പഞ്ചസാര വേണം. അപ്പോൾ ഈ ഒരു 3 വിഭാഗത്തിനെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ എങ്ങനെ തൃപ്തിപ്പെടുത്തും? കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടമുള്ളവന് അത് ഇഷ്ടാവില്ല, കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര ഇഷ്ടമുള്ളവന് അത് ഇഷ്ടാവില്ല. അപ്പോൾ സൊസൈറ്റിയിലെ എല്ലാ വിഭാഗം കസ്റ്റമറെയും നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കാൻ നേരത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആവും. അതായത് എല്ലാവരും പറയും തരക്കേടില്ലാത്തൊരു പ്രൊഡക്റ്റ്. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് സെയിൽ നടന്നാൽ പോരെ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സെയിലൊക്കെ നടക്കും. ആവറേജ് പ്രൊഡക്റ്റുകൾക്ക് കമ്മോഡിറ്റി പ്രൈസ് മാത്രമാണ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്പെഷ്യൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രൊഡക്റ്റാണ്, അതിന് മാർക്കറ്റിനൊരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസിന് അപ്പുറത്തേക്ക് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. അതായത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കായിരിക്കും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആ വില കണ്ടിട്ട് അതേ വിലക്ക് എനിക്കും കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇറക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഒരു റേറ്റിന് റോ മെറ്റീരിയൽസ് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു റേറ്റിന് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ആരുടെ അടുത്താണോ ബൾക്കായിട്ട്, അതുകൊണ്ടാണ് വലിയ വൻകിട കമ്പനികൾ മാസ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യണത്, എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം. കാരണം അവർക്കത് സാധിക്കും, കാരണം അവരുടെ റിസോഴ്സ് വെച്ചിട്ട് അത് സാധിക്കും. നമ്മളുടെ റിസോഴ്സ് വെച്ചിട്ട് നമുക്കതിനെ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇനി ഇറക്കിയാൽ തന്നെ നിസ്സാര ലാഭം കിട്ടിയോണ്ട് എന്താണ് കാര്യം? നമുക്ക് നല്ല രീതിയിൽ ലാഭം കിട്ടിയാലാണ്. പല ആളുകളും ചെറിയ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആ ബിസിനസ് വെച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ വലിയ വലിയ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ടാവും, പല ബിസിനസ്സുകളിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാവും. പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് വരുമാനം എടുക്കാൻ നോക്കാൻ നേരത്തെ അതിൽ ലാഭം ഇല്ലെങ്കിൽ, ഓരോ സെയിലും നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് ഇറങ്ങുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല.
അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കൂട്ടം ആളുകളെ ഉദ്ദേശിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുക, സ്പെഷ്യലായിട്ട് തന്നെ ഇറക്കുക, അവരുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ ചാർജ് ചെയ്യുക. അവരുടെ അടുത്ത് നിന്ന് എക്സ്ട്രാ ചാർജ് ചെയ്യാൻ നേരത്ത് അവരത് സന്തോഷത്തോടെ തന്നെ പേ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയേക്കണതാണ്, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആ ഒരു വിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്ത് തയ്യാറാക്കിയേക്കണതാണ് ആ പ്രൊഡക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ആവറേജ് പ്രൊഡക്റ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് പ്രൊഡക്റ്റ് അല്ല, ആവറേജ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതും അല്ല, മറിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിന് കമ്മോഡിറ്റിയുടെ പ്രൈസ് കൊടുത്തിട്ട് കാര്യമില്ല, കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അത് കസ്റ്റമേഴ്സിന് എന്തായാലും അറിയാം, കോമൺ സെൻസ് വെച്ച് കസ്റ്റമേഴ്സിന് മനസ്സിലാവും. ഈ പരസ്യത്തിൻ്റെ മെയിൻ, നമ്മൾ ഓൺലൈനിൽ പരസ്യം കൊടുക്കുമ്പോൾ പരസ്യത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച വിഭാഗം കസ്റ്റമർ പറയണം, അവരവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇത് ഞാൻ അന്വേഷിച്ച് നടന്നൊരു സാധനമാണല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ വാട്സപ്പിൽ വരെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കണക്ഷൻ അവിടെ വേണം. നമ്മളുടെ സ്റ്റോറി, ബ്രാൻഡിൻ്റെ സ്റ്റോറി അവരുമായിട്ട് കണക്റ്റഡ് ആവണം. ഇനി ഇവർ ചെയ്യണ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊരു റീല് നിങ്ങൾ കണ്ടു, നമ്മളുമായിട്ട് കണക്ഷൻ വന്നാൽ മാത്രമാണ് നമ്മളത് ഷെയർ ചെയ്യുള്ളൂ. ജസ്റ്റ് ചുമ്മാ ഒരു റീലാണെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുള്ളൂ. എന്നാൽ ചില റീലുകൾ നമ്മളെ പിടിച്ചിരുത്തുമോ, നമ്മളുമായിട്ട് നല്ല സാമ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു 5 പേരെ അറിയായിരിക്കും, നമ്മളെ ഫ്രണ്ട്സിൽപ്പെട്ട അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് നമ്മൾ ഈ സെയിം റീല് ഷെയർ ചെയ്യും. ഇങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ ആ കണക്ഷൻ വന്നും. ആവറേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പഞ്ചസാരയുടെ ഉദാഹരണം പറഞ്ഞ പോലെ, ചിലവർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് കൂടുതൽ വേണം, ചിലവർക്ക് മിഡായിട്ടുള്ള റേഞ്ചിലുള്ളത് വേണം. അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെ തൃപ്തിപ്പെടുത്തൽ ഇമ്പോസിബിളാണ്. നിങ്ങളുടെ റിസോഴ്സ് വെച്ച് എന്തായാലും പറ്റൂല, നിലവിലുള്ള ചെറിയ ബിസിനസ് ഓണേഴ്സിൻ്റെ റിസോഴ്സ് വെച്ചിട്ട് പറ്റൂല. എന്നാൽ അതേസമയം നിങ്ങൾ ഒരു ഓഡിയൻസിനെ ഫിക്സ് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസിനെ, സ്ത്രീകൾ, ഇത്ര പ്രായം മുതൽ ഇത്ര പ്രായം വരെയുള്ളവർ, ഈ പ്രായവും ജെൻഡറും അല്ലാതെ ചില വിശ്വാസങ്ങളുള്ളവർ, ചില ചിന്താഗതികളുള്ളവർ, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് അവരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്താൽ മതി ഈ പ്രൊഡക്റ്റ്. നമുക്ക് 3.5 കോടി ജനങ്ങളിൽ 3.5 കോടി മലയാളികളും നമുക്ക് കസ്റ്റമേഴ്സായിട്ട് വേണ്ട. ഈ അടുത്തൊരു സുഹൃത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ചു, UAE ബിസിനസ് ചെയ്യണ ഒരു സുഹൃത്ത്, ഇങ്ങനെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇന്ത്യൻ മാർക്കറ്റാണ് ഫോക്കസ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ത്യ 1.4 ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യയിൽ ആരെ എങ്ങനെ ഫോക്കസ്, അതിനുള്ള റിസോഴ്സസ് ഇല്ലല്ലോ. ഒരുപാട് വിഭാഗം ആളുകളുണ്ട്, എന്ത് പ്രൊഡക്റ്റാണ് ഇറക്കണത്, ഇന്ത്യൻ മാർക്കറ്റ് ഫോക്കസ് അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. നമ്മൾ കേരള മാർക്കറ്റൊന്നുമില്ല, നമ്മളൊരു വിഭാഗത്തെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു പ്രത്യേക വിഭാഗത്തെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുമായി മാച്ച് ചെയ്യണ ബ്രാൻഡ് നെയിം, അവരുമായി മാച്ച് ചെയ്യുന്ന ബ്രാൻഡ് മെസ്സേജുകളും കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ 2-3 ദിവസത്തെ മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു താഴിൻ്റെയും താക്കോലിൻ്റെയും ഉദാഹരണം. ഈ താഴ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, താഴ് ഫിക്സഡ് ആണെങ്കിൽ ഈ താഴിനനുസരിച്ചുള്ള താക്കോൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വിഭാഗം ഓഡിയൻസ്. താക്കോൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റാണ്. എല്ലാ പ്രൊഡക്റ്റും ഈ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്യാമല്ലോ. പക്ഷേ താഴ് ഫിക്സഡ് ആയിരിക്കണം. പക്ഷേ നിങ്ങൾ താക്കോലാണ് നിങ്ങളുടെ അടുത്തുള്ളത്, ഒരു താക്കോല് നിങ്ങളുടെ അടുത്തുണ്ട്, ഇനി ഇത് തുറക്കാൻ പറ്റിയ താഴ് അന്വേഷിച്ച് നടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് താഴുകളുണ്ട്, ഏത് താഴ് പോയി നമ്മൾ തുറക്കും? അപ്പോൾ വളരെ ചാലഞ്ചിങ് ആണ്. അതായത് ഓഡിയൻസിനെ ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രൊഡക്റ്റ് ഇറക്കൽ വളരെ എളുപ്പമാണ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓഡിയൻസിനെ തപ്പി നടക്കണേക്കാളും എളുപ്പമാണ്. നമുക്ക് ഓൾറെഡി ഒരു മാർക്കറ്റ് ഉണ്ട്, ഒരു പ്രത്യേക വിഭാഗം ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ ചിന്താഗതി എങ്ങനെയാണ്, അവരുടെ പ്രായം എന്താണ്, അവരുടെ പൊക്കം എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണ്, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് സാധിക്കും. കാരണം ഓഡിയൻസിൻ്റെ ബിഹേവിയറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചാണ് പ്രൊഡക്റ്റിൽ ചേഞ്ച് വരേണ്ടത്. പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് വാങ്ങാൻ ആളുണ്ടോ എന്ന് തപ്പി നടക്കണേക്കാളും എളുപ്പം ഇതാണ്. നേരെ ഓപ്പോസിറ്റിൽ വർക്കാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കായ സമയങ്ങളൊക്കെ ഉണ്ട്, വർക്കായിട്ടുള്ള ബ്രാൻഡും ഉണ്ട്, എല്ലാം ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ എളുപ്പം ഏതാണ്? ഒരു സ്മോൾ ബിസിനസ് ഓണറുടെ കുറഞ്ഞ റിസോഴ്സ് വെച്ച്, ആ കുറഞ്ഞ റിസോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് മൈൻഡിൽ വെച്ച് ചെയ്യാൻ നേരത്തെ ഏതാണ് എളുപ്പം? ഞാൻ ആദ്യം പറഞ്ഞതാണ് എളുപ്പം. അതായത് ഓഡിയൻസിനെ ആദ്യം ഫിക്സ് ചെയ്യുക, ദെൻ പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ സർവീസ് എന്തോ ആവട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് എളുപ്പമായിട്ട് വരും. എല്ലാവരെയും കസ്റ്റമറായിട്ട് നമുക്ക് ആവശ്യമില്ല. 3.5 കോടി ജനങ്ങളിൽ 1 ലക്ഷം ഏതെങ്കിലും ഒരു പ്രത്യേക ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ പ്രത്യേക
ജെൻഡർ ക്ലാസ്സിലുള്ള എന്തെങ്കിലും ആവട്ടെ, ഒരു വിഭാഗം, ഒരു ലക്ഷം ഓഡിയൻസിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതൊരു വിഭാഗം എടുത്താലും ഒരു ലക്ഷം പേരെ നമുക്ക് കേരളത്തിൽ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. അവരിൽ നിന്നൊരു 100 രൂപ ലാഭമുള്ള പ്രോഫിറ്റിൽ ലാഭമുള്ള പ്രൊഡക്റ്റ് ഇവരിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു എമൗണ്ടാണ്. പ്രോഫിറ്റാണ് ഞാൻ പറയണത്. അപ്പോൾ അത് തന്നെ എന്ത് വലിയ തുകയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ചെറിയൊരു സെഗ്മെൻറ്റ് പിടിച്ച് അതിലൊരു ബ്രാൻഡ് ആവലാണ് അധിക സമയം സ്മോൾ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം. ഇനി ചെറിയ ബിസിനസ്സുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നമാണ് ഓൺലൈൻ ജയൻറ്റുകൾ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, മിന്ത്ര, അങ്ങനെ ഒരുപാടുണ്ട്. ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇവരിൽ നിന്നുള്ള കോമ്പറ്റീഷൻ. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഇറക്കാൻ നോക്കിയാലും ഏറെക്കുറെ അതെല്ലാം ഈ പറഞ്ഞ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസുകളിലുണ്ട്. ഇവർ വലിയ ബജറ്റിന് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ഫോണിലും ഇവരുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും അതിൽ കയറി ഓർഡർ ചെയ്യാനറിയാം. അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം പ്ലാറ്റ്ഫോമുകളുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ഫിസിക്കൽ സ്റ്റോറിനേക്കാളും അല്ലെങ്കിൽ മറ്റെവിടെ ഉള്ളതിനേക്കാളും വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്ട്രാറ്റജി. അതായത് ഇവർ ഫോക്കസ് ചെയ്യണം, ഇവർ ടാർഗറ്റ് ചെയ്യണത് മാസ് മാർക്കറ്റിനെയാണ്. മാസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ, കേരളം മൊത്തം, എല്ലാവരും എന്നുള്ള കൺസെപ്റ്റാണ് അവർക്കുള്ളത്. കാരണം അത്രയും വലിയൊരു കമ്പനിക്ക് മണി മേക്ക് ചെയ്യണമെങ്കിൽ അത്രയും വലിയ മാർക്കറ്റ് കിട്ടിയേ പറ്റൂ. പക്ഷെ അവർക്കും ചില പോരായ്മകളുണ്ട്. അതായത് അവരും ഇറക്കുന്നത് ആവറേജ് പ്രൊഡക്റ്റുകളാണ്. അത് നമുക്ക് ചെറിയ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ ആവറേജ് പ്രൊഡക്റ്റുകൾ, ആവറേജ് കസ്റ്റമർ ഉദ്ദേശിച്ച് ഇറക്കാൻ നേരത്ത് നമുക്ക് അവിടെ വ്യത്യസ്ത സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഓഡിയൻസിനെ ഫിക്സ് ചെയ്തിട്ട് അവരെ സെർവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഫീൽ ഉണ്ടാവും. ഇൻ കേസ് അത് ആമസോണിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളുടെ പാക്കേജിങ് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ബ്രാൻഡിങ് വ്യത്യാസമുണ്ട്. നമ്മൾ വ്യത്യസ്ത കളർ ചേഞ്ചുകളും കൂടുതൽ ഡിസൈൻസും നമ്മൾ ഇറക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കസ്റ്റമേഴ്സിനും വിശ്വാസം വരും. കാരണം ഓൾറെഡി ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും കസ്റ്റമറുടെ മുന്നിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ചില്ലറ ലാഭത്തിന് വേണ്ടി ആവറേജ് പ്രൊഡക്റ്റുകൾ നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റഡ് ഓഡിയൻസ് വാങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ആമസോണിൽ അത് വില കുറഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും. കാരണം നമ്മളതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ്. നമ്മളുടെ അടുത്ത് നിന്ന് എടുക്കാൻ നേരത്താണ് അവർക്ക് കൂടുതൽ വിശ്വാസം വരാം. അപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വലിയ ജയൻറ്റ് കമ്പനികൾ ഇത്തരം മാസ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞെടുത്ത് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് പ്രൊഡക്റ്റ് ഇറക്കലാണ്. കാരണം ഇത്തരം വലിയ കമ്പനികൾക്ക് പലപ്പോഴും ഒരു പ്രത്യേക ചെറിയ ഓഡിയൻസിനെ സെലക്ട് ചെയ്തിട്ട് അവരെ ഫോക്കസ് ചെയ്തിട്ടൊന്നും ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. അത് അവരുടെ ലക്ഷ്യമല്ല. അവരെപ്പോഴും ഇന്ത്യ മുഴുവൻ, കേരളം മൊത്തം, തമിഴ്നാട് മൊത്തം, അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. എല്ലാവരും അവരെ കസ്റ്റമറാക്കി മാറ്റാനാണ് അവർ നോക്കുന്നത്. കാരണം അവർക്ക് അത്രയും വലിയ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടാണ് കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ സെഗ്മെൻറ്റുകൾ കണ്ടെത്തിയിട്ട് ഓൺലൈനിലൂടെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പലരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വരും, കോൺടാക്റ്റ് ചെയ്യും, നിങ്ങളുമായിട്ട് സംസാരിക്കും. എന്നിട്ട് ആമസോണിൻ്റെയോ മീഷോയുടെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇതിൽ ഇത്രയാണല്ലോ ഉള്ളൂ, പിന്നെ നിങ്ങളെന്താണ് അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇത്രയൊക്കെ ചാർജ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജും ടാക്സും ഇതെല്ലാം കഴിഞ്ഞ് ആ വിലക്ക് വിറ്റാലാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. ആമസോണിനെ സംബന്ധിച്ചിടത്തോളം, ഫ്ലിപ്കാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓൾറെഡി കൊറിയർ സർവീസ് അവരെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ടെൻഷനില്ല. അപ്പോൾ അവരുടെ പ്രൈസായിട്ട് ഒരിക്കലും മാച്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയവും പോസിബിളായിട്ടുള്ളൊരു കാര്യമില്ല. ഇവിടെയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സ്പെഷ്യൽ ഓഡിയൻസ്, നമ്മൾ ആവറേജ് ഓഡിയൻസിനെ അല്ല ടാർഗറ്റ് ചെയ്യണത്, മറിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ സ്പെഷ്യൽ ഓഡിയൻസിനെയാണ്. ആ സ്പെഷ്യൽ ഓഡിയൻസിന് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരാൻ നേരത്ത്, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആണെങ്കിൽ ചാനലിൽ വരാൻ നേരത്ത്, ഫേസ്ബുക്ക് പേജിൽ വരാൻ നേരത്ത് അവർ നോക്കുമ്പോൾ ആ പേജ് സെർച്ച് ചെയ്ത് നോക്കാൻ നേരത്ത് അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് നമ്മളുടെ എല്ലാ ബ്രാൻഡിങ് മെറ്റീരിയൽസും, വീഡിയോസ് ആവട്ടെ, ലോഗോ ആവട്ടെ, ബ്രാൻഡ് നെയിം ആവട്ടെ, ബ്രാൻഡ് സ്റ്റോറി ആവട്ടെ, ഇതെല്ലാം അവരെ ഉദ്ദേശിച്ച് ചെയ്യാൻ നേരത്ത് സ്പെഷ്യൽ കണക്ഷൻ അവിടെ വരും. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സ്ഥലങ്ങളിലുള്ള ആവറേജ് പ്രൊഡക്റ്റുകൾ അവർ കണ്ടാൽ കൂടി നിങ്ങൾക്ക് അവർ സ്ക്രീൻഷോട്ട് അയച്ച് അതിൽ ഇത്രയാണല്ലോ ഉള്ളൂ, ഇതിൽ നിങ്ങളെന്താ കൂടുതൽ ചാർജ് ചെയ്യണമെന്ന് ചോദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. ഒരു ജനറൽ ഫിസിഷ്യൻ, ജനറൽ ഡോക്ടർ ഇത്രയാണല്ലോ ചാർജ് ചെയ്യണുള്ളൂ, അത് എന്തുകൊണ്ടാണ് ഈ ഹാർട്ട് സർജൻ ഇത്ര കൂടുതൽ ചാർജ് ചെയ്യണത് എന്ന് നമ്മൾ ചോദിക്കാറില്ല. കാരണം അത് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യൽ വിഭാഗമാണ്. അവരതിനെ ആ ഒരു വിഷയത്തിൽ ആഴത്തിൽ പഠിച്ചേക്കണേ, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചാർജ് ചെയ്യുക. ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മളുടെ ബ്രാൻഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ അധിക സമയത്തും ചെറിയ ഓഡിയൻസിനെ പിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.